ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാമത്തെ ഇക്വേഷൻ, നാലാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത രണ്ടിലും നമുക്ക് മൈനസ് ആയിരിക്കും. ചോദ്യം നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലം എഴുതുക. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് എഴുതാനായിരിക്കും നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആദ്യം രണ്ടിലും മൈനസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി എന്നായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതി ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ എയും ബിയും ആരാണെന്ന് എഴുതണം. എ ഇവിടെ 2 ആണ്, ബി ഇവിടെ 3 ആണ്. മൈനസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് എ 2 ആണെന്നും ബി 3 ആണെന്നും നമുക്ക് എടുക്കാം. അത് അതുപോലെ എഴുതി. ഇനി അടുത്തത് നമ്മളുടെ എയും ബിയും നമ്മളുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇക്വേഷനിൽ നമ്മൾ എങ്ങനെ ഇടുക? ആദ്യം എക്സ് സ്ക്വയർ, പിന്നെ മൈനസ് കഴിഞ്ഞാൽ പിന്നെ എ ആരാണ്? 2, ബി ആരാണ്? 3. അപ്പൊ 2 പ്ലസ് 3 എക്സ് പ്ലസ് 2 ഇൻറ്റു 3. അങ്ങനെയാണ് നമ്മൾ എന്താവേണ്ടത്? എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 2 പ്ലസ് 3 എന്താണ്? 5 ആണ്. അപ്പൊ 5 എക്സ് പ്ലസ് 2 ഇൻറ്റു 3 എത്രയാണ്? 6 ആണ്. അപ്പൊ 6 എന്ന ഉത്തരം നമുക്ക് എന്താകുന്നു? കിട്ടുന്നു. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഈ പാഠത്തിൽ ആദ്യം പഠിക്കേണ്ടത് ഈ 4 ഇക്വേഷനുകളാണ്. ഒന്നാമത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് പരസ്പരം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ രണ്ടും പ്ലസ് ആണെങ്കിൽ, രണ്ടാമത്തത് മൈനസ് ആണെങ്കിൽ, പിന്നെ ഒന്നാമത്തത് മൈനസ് ആണെങ്കിൽ, രണ്ടും മൈനസ് ആണെങ്കിൽ, ഈ 4 ടൈപ്പിലുള്ള ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു തന്നു. അത് കൃത്യമായിട്ട് എഴുതുക, അത് കൃത്യമായിട്ട് പഠിക്കുക, അത് നമ്മളുടെ ഇക്വേഷനിലേക്ക് എന്താകുക? ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പഠിച്ചത് പ്രകാരം എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്താണെന്നും, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്താണെന്നും, എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്താണെന്നും, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 എന്താണെന്നും, എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5 എന്താണെന്നും ഒന്നൊന്ന് ചെയ്തു നോക്കൂ.